നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകൾ എന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്. ജീസസ് കിഡ്സ്. ഹായ് ഫ്രണ്ട്സ്, കുസൃതികളും സന്ദേശങ്ങളും നിറഞ്ഞ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. പുത്തൻ അനുഭവങ്ങളുമായി നമ്മെ കാത്തിരിക്കുകയാണ് നമ്മുടെ കൂട്ടുകാർ, കാട്ടിലെ കൂട്ടുകാർ. വെറുതെ കാലത്ത് എഴുന്നേറ്റ് പോന്നു. രണ്ടുപേരും കൊണ്ട് എങ്ങനെയാ ക്രിക്കറ്റ് കളിക്കാം? ഓ, ആരെങ്കിലും വന്നാ മതിയായിരുന്നു. ദേ, നമ്മൾ മാത്രം ഇരുന്നത് കൊണ്ടായില്ലല്ലോ. എത്ര നേരം എന്ന് വെച്ചാ കാത്തിരിക്കുക? ആരെങ്കിലും വരുമായിരിക്കുമെന്നേ. അത് വരാൻ സാധ്യത കുറവാ. അത്രയും വഴക്കിട്ടിട്ടല്ലേ ഇന്നലെ അവര് പോയത് തന്നെ. പിന്നെ ഔട്ടായിട്ടില്ലെന്ന് പറഞ്ഞ് കളിച്ച പിന്നെ എന്ത് ചെയ്യാനാ? അതും ശരിയാ, പക്ഷേ നമ്മൾ ഒരുമിച്ച് കളിക്കേണ്ടവരല്ലേ? ഓ, ആ വിചാരം അവർക്കും വേണം. ഇതൊരുമാതിരി എനിക്ക് വന്നാലുണ്ടല്ലോ. ക്ഷമിച്ചിരിക്കാൻ ഞാൻ. പിന്നെ പപ്പീസേ, ഞാൻ ദേഷ്യപ്പെടാൻ പറഞ്ഞതല്ല. എന്തായാലും അവരില്ലാതെ കളിക്കാൻ ഒരു സുഖവുമില്ല കേട്ടോ. ഞാൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ആകെ ഒരു ആശ്വാസം കപില. കപില അവർക്കൊപ്പം ചേർന്ന ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? അവർ വേറെ പാറ്റും ബോളുമായിട്ടാണ് വരുന്നത്. അവന്മാര് നമ്മളെ കൂട്ടാതെ കളിക്കാനുള്ള പരിപാടിയാ. ഞാൻ സമ്മതിക്കത്തില്ല. അയ്യോ വേണ്ട വേണ്ട പപ്പീസേ, അവർ എന്തെങ്കിലും ചെയ്തോട്ടെ. അത് നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? എന്നോട് കളിച്ച് ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട്. ഒരാള് എനിക്ക് ആരായാലും ഒരു തേങ്ങയില്ല. എന്നാ പിന്നെ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. എവിടേക്കാ? എന്താ പരിപാടി? ഞങ്ങൾ കളിക്കാൻ വന്നതാ. കളിക്കാൻ നിങ്ങൾ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ? ഇത് ഞങ്ങൾ ഒറ്റയ്ക്ക്. അത് നടക്കത്തില്ല. കപിലെ ചുമ്മാതിരി. ഇവരിവിടെ കളിക്കുകയാണെങ്കിൽ നമ്മളും കളിക്കും. ഞങ്ങളും കളിക്കും. എന്നാൽ അത് തന്നെ ഒന്ന് കാണണം. നമുക്ക് കളിക്കാം. വന്നിരിക്കുന്ന ഒരു തടുക്കാൻ അല്ല പിന്നെ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഉടക്കണ്ടെന്ന്. ഒരു ആളൊരു ഭീകരനാ. തൽക്കാലം ഞാൻ ക്ഷമിച്ചതാ. എനിക്ക് മനസ്സിലായി, പേടിയുണ്ടല്ലേ? ഒരു ഒടുക്കത്തൊരു തമാശ. ഇവരെ ഒതുക്കിയിട്ട് ഇനി പപ്പീസിന് വിശ്രമം. പപ്പീസേ, എന്റെ കൂടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ? എന്ത് പണിയാ കാണിക്കുന്നത്? പപ്പീസ് ആരും വരുന്നു. അയ്യോടാ, ഓട്ടം കണ്ടില്ലേ? എന്തായാലും കുറച്ചു ദിവസത്തേക്ക് ആ പപ്പീസിന്റെയും കപിലിന്റെയും ശല്യം ഉണ്ടാവില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കോറ് വരുന്നതിന് മുമ്പ് നടന്ന കഥയാ. ആ പപ്പീസിനും കപിലിനും ഒരു ഷോക്ക് കൊടുത്തതാ ഇവര് പറയുന്നു. ഓ അങ്ങനെ. പക്ഷേ അവരടങ്ങിയിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയുണ്ടോന്ന് ചോദിച്ചാ പിന്നെ അവര് പിന്നെ എന്തും ചെയ്യാൻ മടിക്കാത്തവരാ. അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാമെന്നേ. നിങ്ങൾ എന്റെ കൂടെ ധൈര്യമായിട്ടിരിക്കും. ഓ കോരുണ്ടെന്ന് പറഞ്ഞാ പിന്നെ
Correct. പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എങ്കിലേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ. അയ്യോ നേരം വൈകി. എന്നാ പിന്നെ നാളെ കാണാട്ടോ. അപ്പൊ നാളെ കാണാം കേട്ടോ. ബൈ. ഓ ആകെ നാണക്കേടായി പോയി. ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കും? ഹ്. ആകെ തോറ്റ് നാണം കെട്ട് നാശായി ആ പിള്ളേരുടെ മുമ്പിൽ. ശ്ശേ, ആപത്തിൽ സഹായിക്കുന്നവനാ കൂട്ടുകാരൻ. ആ കപിൽ ഇത് എവിടെ പോയി കിടക്കുന്നോ ആവോ? ഉം, ഉം. ഓ ഹലോ, ഒന്ന് പറ. എടോ കൂട്ടുകാരനോട് സ്നേഹമില്ലാത്തവനെ, എന്ത് പറയാൻ? എന്നോട് ഒന്നും പറയണ്ട. ഹ, എന്ത്? എങ്ങനെ? ഓ ദേ വല്ലത് നടക്കോ? നേരാ സത്യം? ഓ ഞാനിതെത്തിക്കഴിഞ്ഞു. ഓക്കെ ഓക്കെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, സോറി, ഞാൻ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു പോയി. സോറി കൂട്ടുകാരാ, സോറി. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ഇയാളുണ്ടല്ലോ പങ്കിലങ്കാട് കിടുകിടാ ഉറപ്പിച്ച കില്ലേരി വാസു എന്ന കില്ലേരി ഗംഭീർ. നമസ്കാരം. അടിക്കടി ഇടിക്കിടി ചവിട്ടടി ചവിട്ട്, അതാണ് സ്വഭാവം. ദേ, സംഗതിയൊക്കെ കൊള്ളാം. ഇവനെ വെച്ചൊരു ഞാനൊരു കളി കളിക്കും. ഞാനൊരു പാവമാണ്. എന്നോട് ക്ഷമിക്കണം. അതൊന്നൊരു പ്രശ്നമല്ലെന്നേ. എനിക്ക് ജയിക്കണം. പണമൊന്നൊരു വിഷയമേ അല്ല. എങ്കിൽ റെഡി. ഇനി അവന്മാര് ഈ കാട്ടിൽ നിന്ന് തന്നെ ഓടും. അല്ല, ഈ കോട്ടേഷൻ ചേട്ടനെ എവിടെ താമസിപ്പിക്കും? പിന്നെ ഈ കാടാണ് എന്റെ വീട്. ഈ കാട്ടിൽ ഇരുട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മനസ്സിലാവുന്നുണ്ട്? ചിരിക്കുമ്പോ തന്നെ പേടിയാകും കപിലെ. ചിരിക്കണ്ടെന്ന് പറ. പറയും ചിരിക്കണ്ടെന്ന്. ഈ കില്ലേരി പപ്പീസിന്റെ പ്രശ്നം തീർക്കും. തീർച്ചയായും എനിക്ക് ഇവിടെ ഒന്ന് വിലസണം. അതാണ്. എനിക്ക് നിങ്ങൾ പറഞ്ഞ ടീമുകളൊന്ന് കാണിച്ചതായോ? ബാക്കി ഞാൻ ഹോ എന്ത് സമാധാനത്തോടെ ജീവിച്ചിരുന്ന കാടാ ഇപ്പൊ ആകെ ഒരു അതെ ഭീകരത. അതെ, കഴിഞ്ഞ ദിവസം ഞാൻ ആ മാർക്കറ്റിൽ വരുമ്പോ ആ ഗുണ്ടേനെ ഞാൻ കണ്ടു. ഞാൻ വാങ്ങിയ സാധനങ്ങള് മുഴുവൻ അവൻ പിടിച്ചു വാങ്ങി. ഇത് പപ്പീസിന്റെ കപിലിന്റെ പണിയാട്ടോ. ആ റൗഡിയെ കാണുമ്പോ തന്നെ പേടിയാവും. നിങ്ങളെന്റെ കൂട്ടുകാരനെ ഒറ്റപ്പെടുത്തോ? ഇത് വന്നപ്പോ അയ്യോ, മര്യാദ നിന്നെ കാട്ടിച്ചു. കോരു, നമുക്കേ വമ്പൻ സാറിനോട് കാര്യം പറഞ്ഞാലോ? അതൊന്നും വേണ്ട. ഇത് നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാമെന്നേ. എങ്ങനെ? അതിനൊക്കെ വഴിയുണ്ട്. നിങ്ങൾ പേടിക്കൊന്നും ഓ, വേണ്ട. നമ്മളെ ഉപദ്രവിക്കുക മാത്രം അവരുടെ ഉദ്ദേശം. എനിക്കെന്തോ പേടി തോന്നുവാ. ധൈര്യമായിട്ടിരിക്കെ. ഇവരെ ഒതുക്കാൻ ഒരു വഴിയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. എന്ത് വഴി? മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. മുള്ളോ? എന്തു മുള്ളു? എടോ കോവറെ, ഗുണ്ടയ്ക്ക് പകരം ഗുണ്ട. ഈ കില്ലേരി ഗംഭീറിനേക്കാൾ വലിയ ഗുണ്ടയെ നമ്മളിറക്കും. അതൊക്കെയുണ്ട്. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. വാ, എന്റെ കൂടെ വാ. ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ശരിയായോ? ഒരു വില്ലൻ ലുക്കൊക്കെ ഉണ്ടല്ലേ? നോക്കൂ, എങ്ങനെയുണ്ട്? അല്ല, ഇതുകൊണ്ട് വല്ല കാര്യം നടക്കോ? ഓ, എന്നെ ഇതുവരെ ആ ഗംഭീർ കണ്ടിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളിറക്കിയ
പുതിയ ഗുണ്ടയായി അവതരിക്കുന്നു. ആ അതിനല്ലേ പീലി ഈ മുഖമൂടി. ഓ പക്ഷേ നിങ്ങൾക്ക് ചിലത് ചെയ്യാനുണ്ട്. ഏ, എന്താ കോരു? നിങ്ങൾ പണം കൊടുത്ത് ഒരു കൊടും ഭീകരനെ ഇറക്കിയിട്ടുണ്ടെന്ന് ആ കപിലും പപ്പീസും പിന്നെ അവരുടെ ഗുണ്ട കില്ലേരിയും അറിയാം. ഹോ, ഇതൊക്കെ അടിപൊളി പരിപാടിയായിരിക്കും. അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. കാണാൻ പോകുന്ന പൂരം. നിങ്ങൾ വേഗം അവരെ അറിയിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. കോരു സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. ശരിയല്ലേ? ഇനിയാണ് കളി. ദേ, സംഗതി കുടുങ്ങിയല്ലോ. എനിക്കാണെങ്കിൽ ഭയങ്കര ഓ പേടി. എന്തിനാ? അല്ല, ആ ഭീകരൻ എങ്ങാനും നമ്മുടെ മുമ്പിൽ ഓ, വന്നാൽ അതിനല്ലേ നമ്മുടെ കില്ലേരി ഗംഭീർ. കില്ലരി ഗംഭീർ. അത് പിന്നെ അതായത് എന്താ പിന്നെ എന്താ കപിലെ, കില്ലേരി പോയോ? ഏ പോയതല്ല പപ്പീസേ. പിന്നെ? ഞാൻ എങ്ങനെയാ അത് ഏ പറയാ? വെറുതെ ആളെ ടെൻഷൻ എടുപ്പിക്കാതെ കാര്യം പറയണ്ടോ? ദേ, എന്നെ ഒന്നും പറയരുത് പ്ലീസ്. ഒന്ന് പറയണ്ട കപിലെ, അല്ലെങ്കിൽ തന്നെ പ്രഷർ കയറിയിരിക്കുക. നമ്മുടെ കില്ലരി ഗംഭീർ കില്ലേരി കില്ലരി ഗംഭീർ ഒരു കില്ലേരി ഗുണ്ടല്ല. ഏ എന്ത് കുണ്ടല്ലെന്നോ? കില്ലരി ആളൊരു മണ്ടനാ. ഈശ്വരാ. എന്റെ അമ്മേട്ടോ, കപിലെ ചതിയാ. എന്നെ നീ ചതിച്ചല്ലേ? ഗുണ്ടയാണെന്നും പറഞ്ഞ് പോട്ടറെ വിളിച്ചുകൊണ്ട് വന്ന് എന്റെ പണവും ഭക്ഷണവും തട്ടിയെടുത്തില്ല നീ. എവിടെടാ കില്ലേരി ഗംഭീർ? ഓടരുത്, ഒറ്റെണ്ണം ഓടരുത്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പേടിപ്പിക്കാൻ നടക്കുക അല്ലേ? ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അറിയാം അറിയാം അറിയാം. റൗഡി റൗഡി. അതാ കണ്ടോ, നോക്ക്, ശരിക്കും കാണാം. ഇത് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണം, ഒരു ദിവസം നിങ്ങൾക്കും ഈ ഗതി വരുമെന്ന്. ഇത് കോരുവല്ലേ, പുറത്തുനിന്ന് വന്ന റൗഡി അല്ല. ഞങ്ങൾ ശരിക്കും പേടിച്ചു കേട്ടോ. കിളി പോയിട്ടാ ചേട്ടൻ ഒറിജിനൽ റൗഡി അല്ലേ? ഞാൻ റൗഡിയൊന്നുമല്ല. നിങ്ങൾ ആ പാവങ്ങളെ ഉപദ്രവിച്ചപ്പോൾ ഒരു നമ്പർ ഇറക്കിയതാ. എന്തിനാ പപ്പീസേ നീ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? തെറ്റ് മനസ്സിലായാൽ സോറി പറഞ്ഞ് രമ്യതയിലാവണം. അതാണ് നല്ല കൂട്ടുകാരുടെ ലക്ഷണം. മനസ്സിലായോ? ശരിയാ, എന്റെ മനസ്സിലെ പൊങ്ങച്ചവും അസൂയുമാ നിങ്ങളുമായി അകറ്റിയത്. അപ്പുറത്തത് ശരിയാ. ഇനി ഒരിക്കലും അതുണ്ടാകില്ല. വാ, നമുക്ക് കൂട്ടുകാരുടെ അടുത്തേക്ക് പോകാം. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ശരി. വരൂ, നമുക്ക് പാട്ട് പാടി പോകാം. ഞാനും ഞാനും എൻ്റെ ആളും പിന്നെ 40 പേരും ക്രിക്കറ്റ് കളിച്ചു. കളിച്ചിരികളിൽ നിന്ന് ഇനിയൊരു യാത്ര ജ്ഞാനത്തിന്റെ ലോകത്തിലേക്ക്. ടിങ്കോ ടിങ്കോ ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ, ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ? അയ്യോ എനിക്കറിയതന്നെ. അറിയത്തില്ലേ? ഇല്ല അങ്കിൾ. നീ ഒന്ന് ശരിക്കൊന്ന് ഓർത്ത് നോക്കിയേ. ഞാൻ ഓർത്ത് നോക്കണം. ഞാൻ മേലോട്ട് നോക്കുന്നേ. ഞാൻ ഓർത്ത് നോക്കാം. ഓ അത് ശരി. ആ ഞാൻ അറിയാം. ആ എന്താ? ഇന്നാണ് ഇന്നാണ് ശിശുദിനം. ഇന്നാണോടാ ശിശുദിനം? പൊട്ടത്തരം പറയരുത് കേട്ടോ. അയ്യോ പിന്നെന്താ അങ്കിൾ? നീ ഒന്ന് ശരിക്കും ഓർത്ത് നോക്ക്. ഞാൻ അറിയാം. ആ എന്താ? ഇന്നാണ് ഇന്നാണ് സ്വാതന്ത്ര്യദിനം. നീ ഇങ്ങനെ മണ്ടത്തരം പറയരുത് കേട്ടോ. എന്നാ അങ്കിൾ ഒന്ന് പറയാം. ഞാൻ പറയാം ഞാൻ. ഇന്നാണ് നിന്റെ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു അങ്കിൾ. എടാ നീയാണോ ഹാപ്പി ബർത്ത്ഡേ പറയണ്ടേ? ഞാനല്ലേ പറയണ്ടേ? എന്നാ അങ്കിൾ പറയാം. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അങ്കിൾ. അങ്കിളെ ഇന്ന് എനിക്ക് എന്താ ഉള്ളത്? ഇന്ന് നിന്റെ പിറന്നാളായിട്ട് അങ്കിൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തൊക്കെയാ അങ്കിൾ? എന്തൊക്കെയാണെന്നറിയാം. ഇത്രമാത്രം തിടുക്കാണോ? അതെ അതെ, എനിക്ക് സമ്മാനമാണ്. ഓ, നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ സമ്മാനങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? അതെ അങ്കിൾ, എല്ലാവർക്കും ഇഷ്ടം. സമ്മാനങ്ങൾ കിട്ടുന്നതോ? അതെ അതെ. നമ്മൾ പലപ്പോഴും സമ്മാനങ്ങൾ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അയ്യോ ഞാനത് ഓർത്തില്ല അങ്കിൾ. ഒരു സ്ഥലത്ത് ഒരു ജ്യേഷ്ഠനും അനിയനും ഉണ്ടായിരുന്നു. എന്താ അങ്കിൾ? ഈ ജ്യേഷ്ഠന് തൻ്റെ അനുജൻ്റെ ബർത്ത്ഡേക്ക് നല്ലൊരു സമ്മാനം വാങ്ങിക്കൊടുത്തു. എന്ത് സമ്മാനം അങ്കിൾ? ഒരു നല്ലൊരു കാറ് മേടിച്ചു കൊടുത്തു.
അനുജന് വളരെ സന്തോഷമായി. ആ കാറുമായിട്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? അടുത്തുള്ള ടൗണിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കടന്നുപോയി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് വണ്ടിയുടെ അടുക്കൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടിക്ക് ചുറ്റും ഒരു ടൗണിലെ ഒരു പയ്യൻ ഇങ്ങനെ കറങ്ങി നടക്കുക. എന്തിനാ അങ്കിൾ അവൻ വന്നേ? അവൻ വന്ന് ഈ കാറിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അനുജൻ പറഞ്ഞു, ഇതെൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് സമ്മാനമായി വാങ്ങിത്തന്നതാണ്. അപ്പോൾ ഈ അടുത്ത് നിന്ന ഈ ടൗണിലെ പയ്യൻ വളരെ വിഷാദത്തോടുകൂടെ വിഷമിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, നീ ഇപ്പോൾ ചിന്തിച്ചത് ഞാൻ പറയാം. എന്താ അങ്കിൾ അവൻ ചിന്തിച്ചത്? നീ ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തായിരിക്കും അവൻ ചിന്തിച്ചിട്ടുണ്ടാകുക? ഞാൻ അറിയട്ടെ. പറ എന്താ? എനിക്കും ഇതുപോലൊരു ജ്യേഷ്ഠനുണ്ടെങ്കിൽ. ശരിയാണ്, എനിക്കിതുപോലെ ജ്യേഷ്ഠനുണ്ടെങ്കിൽ എന്നാണ് ഈ കുട്ടി ചിന്തിച്ചതെന്ന് ഇദ്ദേഹം വിചാരിച്ചു. പക്ഷെ ശരിക്കും ആ കുട്ടി ചിന്തിച്ചത് എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? ഞാനും ഒരു ജ്യേഷ്ഠനാണ്, എൻ്റെ അനിയന് ഇതുപോലൊരു സമ്മാനം നൽകണം. ഈ കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ആ കുട്ടിയെ. ഉടനെ അവനോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ കയറുന്നോ, നിന്നെ ഞാൻ ടൗണൊക്കെ ചുറ്റി കാണിച്ചു കൊണ്ടുവരാം. അവന് വളരെ സന്തോഷമായി. എന്നിട്ട് എന്തുണ്ടായി അങ്കിൾ? അവനെ ആ വണ്ടിയിൽ കയറ്റി അദ്ദേഹം ആ ടൗണ് ചുറ്റി കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിലൊന്ന് വരാമോ ഈ വണ്ടിയും കൊണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അതിനെന്താ, ഞാൻ വരാമല്ലോ. അയാൾ പോയി അങ്കിൾ. പിന്നെ അയാൾ അവൻ്റെ ആഗ്രഹം മാനിച്ച് പോയി. പോകുന്ന വഴിക്ക് അദ്ദേഹം ചിന്തിച്ചു, ഈ കുട്ടി പറഞ്ഞത് ഒരു പക്ഷേ അവിടെയുള്ള ആളുകളെയൊക്കെ കാണിക്കാനായിട്ടായിരിക്കും. അദ്ദേഹം ചിന്തിച്ച് അവിടെ ചെന്ന വഴി അവൻ കാറിൽ നിന്ന് വേഗം പുറത്തിറങ്ങി. എന്നിട്ട് അവൻ സ്റ്റെപ്പുകൾ കയറി അവൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവൻ തിരിച്ചു വന്നപ്പോൾ അവൻ്റെ കയ്യിൽ അവൻ്റെ അനുജനുണ്ടായിരുന്നു. 2 കാലും മുടന്തായിട്ടുള്ള അവൻ്റെ അനുജൻ. ആ അനുജനെ ഈ കാറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് അങ്കിൾ എന്താ ഉണ്ടായത്? അവൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ ഒരു കാറ് ചേട്ടന് ജോലി കിട്ടുമ്പം നിനക്ക് വാങ്ങിത്തരും. ഇത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നി. ഞാൻ പലപ്പോഴും എനിക്ക് കിട്ടാനല്ലേ ആഗ്രഹിക്കുന്നത്, മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് ഞാൻ ഇതുവരെയായിട്ടും ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഈ കുട്ടിയുടെ ചിന്ത എത്രയോ വലുതാണ്. അങ്കിൾ ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടില്ല അങ്കിൾ. നമ്മൾ പലപ്പോഴും എനിക്ക് കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്, പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? ദൈവം ലോകത്തിന് വേണ്ടി തൻ്റെ സ്വന്തം കുമാരനെയാണ് നൽകിയത്, സ്വന്തം പുത്രനെ. നമ്മുടെ ജീവിതത്തിലും നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് കഴിയണം. അങ്ങനെ സ്നേഹിക്കുവാൻ കഴിയുമ്പോൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദാവീദിനെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ തനിക്കായിട്ടൊന്നും നേടിയില്ല, താൻ ദൈവത്തിന് വേണ്ടി സകലവും നേടി. എല്ലാ വിജയവും ദൈവത്തിനുള്ളതായിരുന്നു. ദൈവത്തിലാണ് താൻ പൂർണ്ണമായി പ്രശംസിച്ചത്. പ്രിയ കൂട്ടുകാരെ, നാം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ്? നമുക്ക് വേണ്ടിയാണോ നമ്മൾ ജീവിക്കുന്നത്? അങ്കിൾ ഞാനിനി നല്ല കുട്ടിയാണ്. തീർച്ചയായിട്ടും ടിങ്കുവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് അത് കാരണമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കേ, ബൈ. ചിരിയും ചിന്തയും നിറഞ്ഞ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എഴുതുക. അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. പുത്തൻ അനുഭവങ്ങളും ചിന്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.